ലോഗോസ് ക്വിസ് 2024 ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ പ്രഭാഷകൻ 34 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ചോദ്യം 1. ഡാഷ് ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. ഉത്തരം സ്വപ്നങ്ങൾ. ചോദ്യം 2. ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഉത്തരം സ്വപ്നങ്ങൾ. ചോദ്യം 3. ഡാഷ് വളരെ കാര്യങ്ങൾ അറിയുന്നു. ഉത്തരം വിദ്യാസമ്പന്നൻ. ചോദ്യം 4. കർത്താവ് ഡാഷ് പ്രദാനം ചെയ്യുന്നു. ഉത്തരം സൗഖ്യവും ജീവനും അനുഗ്രഹവും. ചോദ്യം 5. ഡാഷ് തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. ഉത്തരം അയൽക്കാരൻ്റെ ഉപജീവന മാർഗം. ചോദ്യം 6. ഡാഷ് പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ഉത്തരം നിയമം പാലിക്കുന്നത്. ചോദ്യം 7. ഡാഷ് സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത്. ഉത്തരം ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ. ചോദ്യം 8. വിനീതൻ്റെ പ്രാർത്ഥന ഡാഷ് തുളച്ചു കയറുന്നു. ഉത്തരം മേഘങ്ങൾ. ചോദ്യം 9. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും ഡാഷ് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. ഉത്തരം അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. ചോദ്യം 10. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് ഡാഷിനോട് കരുണ തോന്നണമേ. ഉത്തരം അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട്. ചോദ്യം 11. ഡാഷ് ദുഃഖം വിതയ്ക്കുന്നു. ഉത്തരം കുടില ബുദ്ധി. ചോദ്യം 12. ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ ആപത്തു വരുമ്പോൾ ഡാഷ്. ഉത്തരം അവനെതിരായി തിരിയും. ചോദ്യം 13. ഡാഷ് സൂക്ഷിച്ചു കൊള്ളുക. ആദ്യം അവൻ്റെ ലക്ഷ്യം ഗ്രഹിക്കണം. ഉത്തരം ഉപദേശകനെ. ചോദ്യം 14. ഡാഷ് പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. ഉത്തരം ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും. ഡാഷ് ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവൻ്റെ അനുഭവം. ഉത്തരം വാചാലതയുള്ളവൻ. ചോദ്യം 16. ഡാഷ് ദഹനക്ഷയം ഉണ്ടാക്കുന്നു. ഉത്തരം അമിതഭോജനം. ചോദ്യം 17. ഡാഷ് അത്യുന്നതനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. ഉത്തരം വൈദ്യൻ്റെ ജ്ഞാനം. ചോദ്യം 18. കർത്താവ് ഡാഷ് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ. ഉത്തരം വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച്. ചോദ്യം 19. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് ഡാഷ് തേടേണ്ടി വരും. ഉത്തരം വൈദ്യസഹായം. ചോദ്യം 20. ഡാഷ് വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. ഉത്തരം മരിച്ചവൻ. ചോദ്യം 21. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ ഡാഷിൽ മുഴുകിയിരിക്കുന്നു. ഉത്തരം സർവദാ കൃത്യനിർവഹണത്തിൽ. ചോദ്യം 22. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എൻ്റെ വാക്കുകേട്ട് ഡാഷ് പോലെ മുട്ടിടുവിൻ. ഉത്തരം അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. ചോദ്യം 23. ഡാഷ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. ഉത്തരം അവിടുത്തെ രക്ഷാകര ശക്തിയെ. ചോദ്യം 24. ഡാഷ് പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. ചോദ്യം 25. ഡാഷ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഉത്തരം ദൈവഭക്തി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. മുഴുവൻ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകൾ
ദൈവമാതാവിലേക്ക് ഉയരണം. സമാധാന റാണി എന്നാണ് അവൾ വിളിക്കപ്പെടുന്നത്. വലിയ പരീക്ഷകളുടെയും കഷ്ടതകളുടെയും ഇടയിൽ അവൾ മാതൃസഹജമായ നന്മയുടെ സമൃദ്ധമായ ദാനങ്ങൾ വർഷിക്കാൻ വേണ്ടി അവളോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ പോൾ 6 മാർപ്പാപ്പ 1966 സെപ്റ്റംബർ 10